ഹലോ, എല്ലാവർക്കും നമസ്കാരം ടു. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചെമ്മീൻ കിട്ടി. അപ്പോൾ വിചാരിച്ചു ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഇഷ്ടമാണ് മോനൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്യാനും ഒക്കേനും പോവുകയാണ്. അപ്പോൾ നല്ലതായിട്ട് ഒരു വീഡിയോ എടുത്തളയാം അതിൻ്റെ കൂടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ചെമ്മീൻ ഇഷ്ടമുള്ളവരെ കൈ വെക്കൂ. അപ്പോൾ എന്നാൽ നമുക്കത് ഉണ്ടാക്കി നോക്കാം അല്ലേ. വലിയ ഗംഭീരമായിട്ട് എന്ന് വിചാരിക്കരുത്, വലിയ വലിയ ഷെഫ്സിനെ മാതിരിയൊന്നുമല്ല. പക്ഷേ ആർക്ക് വേണമെങ്കിലും തുടക്കക്കാരാണല്ലോ. അപ്പോൾ അത് ഞാനും ഒരു തുടക്കക്കാരിയാണ്. അതേമാതിരി കുക്കിങ്ങിലല്ല കേട്ടോ, വീഡിയോ എടുക്കലില്ല. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാണൂ. എന്നിട്ട് പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിൽ കൂടി എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവും എന്നുള്ള ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കൂടി കണ്ടോട്ടേന്ന്. എന്നാൽ ശരി, നമുക്കത് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് എന്ന് പറയണം. ഉണ്ടാക്കി നോക്കൂ വേണം കേട്ടോ. പുതിയതായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയാണ് കേട്ടോ അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ പറ്റി അഭിപ്രായവും പറയണം കേട്ടോ. എന്നാൽ ശരി, നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ബസ്മതി റൈസാണ് കേട്ടോ. ഒരു ഗ്ലാസ് ബസ്മതി റൈസ്. അത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും. അപ്പോഴേ അതിൻ്റെ ആ സൈസ് മുഴുവനായിട്ട് ഇങ്ങോട്ട് വേവുമ്പോഴേ വരുള്ളൂ. അത് നല്ല ഭംഗിയിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴുകരുത്, കുതിർത്തതിന് ശേഷം കഴുകരുത്, അതിൻ്റെ മുമ്പേ. എന്നിട്ട് നമുക്കിതാ ചെമ്മീൻ അവർ തോടൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾക്ക് അതിൻ്റെ നാരൊക്കെ കളയണ്ടേ. നല്ല വലുപ്പമുണ്ട് കണ്ടു. ഇതുകൊണ്ട് ചില്ലി പ്രോൺ ഉണ്ടാക്കാനും ഭയങ്കര ടേസ്റ്റായിരിക്കും. നല്ല വലുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞു ഇത് ക്ലീനാക്കി ഞാൻ. നല്ല ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷേ വലുതാവും കൊണ്ട് കുറേ സമാധാനം കണ്ടില്ലേ. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് മസാല കൂട്ടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒക്കെ 1 ടീസ്പൂൺ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചതേ ഒക്കെ ഈ പ്രോണിലേക്കുള്ളത് മാത്രം കേട്ടോ. മറ്റേലേക്ക് നമ്മൾ വേറെ കൂട്ടാം. പിന്നെ നമുക്കിഷ്ടമുള്ള അത്ര കുരുമുളക് പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏകദേശം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഇരിക്കട്ടെ അവിടെ. കുറച്ച് നേരം മതി. പ്രോണിലൊക്കെ വേഗം പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് റൈസൊക്കെ ആയി വരുമ്പോഴേക്കേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് വേണം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കൈ കൊണ്ടായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്ക് ഇതാ നമ്മൾ വെള്ളം വെച്ചത് ഇതാ ബിൾബിൾന്ന് കണ്ടില്ലേ, ഇതിലിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് തിള. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഉപ്പിടാം. ആ ചോറിനുള്ളത് കേട്ടോ, ചോറിനുള്ള ഉപ്പ് കുറച്ച്. നമ്മൾ വാർക്കുകയാണ് ചെയ്യണത്, വറ്റിക്കുകയല്ല. എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉണ്ടല്ലോ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു, അത് ഇതിൽ കാണിക്കാൻ മറന്നു. പിന്നെ ആ നമ്മൾ കുതിർത്ത് വെച്ച അരിയില്ലേ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതിന് ഒരു വൈറ്റ് കളറ് വരും, നല്ലൊരു ഭംഗി കളറ് വരും. പിന്നെ ഇങ്ങനെ അരികളൊക്കെ ഉണ്ടല്ലോ വേറെ ഇങ്ങനെ കിടക്കും ഇല്ലേ, നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചാലേ കുറച്ച്. എന്നിട്ട് അതൊന്ന് ആവട്ടെ. വേഗം ആവും കേട്ടോ. കാരണം നമ്മൾ കുതിർത്തിയിട്ടുമുണ്ട് കണ്ടില്ലേ, ഒരുപാടാവരുത്. ഇതാ കണ്ടോ, ഇങ്ങനെ അമുക്കി കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടണം. അത് അത്രേ ആവണ്ടുള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാലേ അതിങ്ങനെ ഒട്ടും തമ്മിൽ, അപ്പോൾ അത് രസം ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ, വളരെ കമ്മി എണ്ണയിൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനിനെ നമ്മൾക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് വെച്ച് ഇരിക്കണുണ്ടല്ലോ, ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇരിക്കണ ചെമ്മീനിനെ വെച്ചിങ്ങനെ ഓരോന്നോരോന്നായി ഇരിക്കുക. കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ. അങ്ങനെ വെച്ച് ഇതാ അതും വേഗമാവും. 2-3 മിനിറ്റ്, അതിലും കൂടുതലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, നല്ല ഭംഗിയിലിരിക്കേണ്ട. ഒന്ന് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം മെല്ലെ. എന്നിട്ട് അതിങ്ങോട്ട് എടുത്തതും ഞാൻ എന്ത് ചെയ്തറിയോ, ആ ബാക്കിയുള്ള എണ്ണയിൽ 2 മുട്ട ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് കൊത്തി വറുത്ത് വെച്ചു. അതും കൂടി നമുക്ക് ഇതിലിടാലോ വെച്ചിട്ടേ. അപ്പോൾ നമ്മളിത് സ്പ്രിംഗ് ഓണിയൻ വൈറ്റും ഗ്രീനും വേറെ വേറെയൊക്കെ ഇട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കേട്ടോ, പിന്നെ കാപ്സിക്കം ഇന്ന് യെല്ലോവും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ്. യെല്ലോ ആവശ്യമൊന്നുമില്ല, കളർഫുൾ ആവണമെന്നൊന്നുമില്ല, പച്ച കാപ്സിക്കം ആയാലും മതി. അതൊക്കെ ഇതെങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതേമാതിരി ഇതാക്കണ്ടില്ലേ കുറച്ച് എണ്ണ. അതിൽ ഞാൻ എന്ത് ചെയ്തു അറിയോ, ആ എണ്ണ വേണ്ടിയിരുന്നില്ല മുഴുവനെ, അപ്പോൾ ലേശം എണ്ണ ബാക്കി വെച്ചിരുന്നു. അതിലിതാ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, പച്ചമുളക് ഇടുക. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ മസാലയിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ വേറെ ഇടുകയാണ് കേട്ടോ. എനിക്കതിൻ്റെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ്.
ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടാം ഇത്ര. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ആവുമ്പോൾ കണ്ടില്ലേ, കുറച്ച് ആ എണ്ണയിലേക്ക് അതിൻ്റെ ആ മണം ഇങ്ങോട്ട് വരണം. അപ്പോഴേ നമുക്ക്, കാരണം ഈ വെജിറ്റബിളൊക്കെ നമുക്ക് കരകരയിൽ കിടക്കണം കേട്ടോ, അല്ലാണ്ട് ക്ലീൻ ആവരുത്. അത് അപ്പോഴേ ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അതിലത്തെ ആ വൈറ്റ് ഭാഗമല്ലേ നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ്റെ, അതാണ് അതിടുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്ര തന്നെ വേണ്ടുള്ളൂ. എന്നിട്ട് മറ്റേ എല്ലാ വെജിറ്റബിളും നുറുക്കിയതും അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ബ്രൗൺ ആവണം ചിക്കനൊക്കെ ഉണ്ടാക്കുമാതിരി അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അതാണേ ഇത് പച്ച കൂടി കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളത് അല്ലേ ഈ സാധനങ്ങളൊക്കെ. മറ്റേ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു ഞാൻ, കാപ്സിക്കവും. ഇനി നമ്മൾക്ക് ഇതിലും കൂടുതലൊക്കെ ഇടാട്ടോ, പിന്നെ ഇനി വെജിറ്റബിൾ കൂടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ കാബേജൊക്കെ ഇടും, അങ്ങനത്തെ ആളാണേ. പിന്നെ ഇത് പ്രോൺ ഫ്രൈഡ് റൈസ് ആണല്ലോ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമുക്കിനി ഇതിൽ ക്യാരറ്റും കാബേജും ഒക്കെ ഇടാം അല്ലേ. അപ്പോൾ ഇതിപ്പോൾ പ്രോണിൻ്റെ ആണല്ലോ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രോണിൻ്റെ മണമേ വരണ്ടു അല്ലേ. അപ്പോൾ എന്നിട്ട് അതിൽ ലേശം ഉപ്പ്, അതിലേക്കുള്ളത് ഒരു ലേശം കേട്ടോ, ഉപ്പ് കൂടുതലാവണ്ട, കാരണം നമുക്ക് പ്രോണിലും ഉപ്പുണ്ട് റൈസിലും പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ളത് മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വേണമെങ്കിൽ 1 മിനിറ്റ് അടയ്ക്കാം കേട്ടോ, അടച്ച് വെക്കാം, വേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച ചെമ്മീനും കൂടി കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ഗ്രീൻ ഭാഗമില്ലേ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. വേറെ മസാലകൾ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ആ മുട്ട ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആ മുട്ടയും കൂടി ഒന്നിട്ടിട്ടേ കേട്ടോ, നമ്മളിങ്ങനെ കൊത്തിപ്പൊരിച്ച മുട്ടയില്ലേ അതും കൂടി കൊണ്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ സോയാ സോസ് കഴിഞ്ഞിരിക്കണു, പക്ഷേ പാക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അതിൽ, ഒരു പാക്കറ്റിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുമോ അതോ 1.5 ടീസ്പൂൺ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. സോയാ സോസാണ് ഒരു പാക്കറ്റ് കേട്ടോ, കുഞ്ഞൊരു പാക്കറ്റുകൾ ഉണ്ടാവില്ലേ ഇങ്ങനെ നമുക്ക് പിസ്സ വാങ്ങുമ്പോഴൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ പാക്കറ്റ് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ഇതും അതും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഉണ്ട്, അതും കൂടി ഇതിലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. പക്ഷേ അതിലൊരു ബ്ലാക്കിഷ് കളർ വരും കേട്ടോ. അതല്ല, അത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. പക്ഷേ അതുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വേണ്ടവർക്ക് അജിനോമോട്ടോ ഒക്കെ കൂട്ടാം, പക്ഷേ ഞാനതൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. അജിനോമോട്ടോ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ചൈനീസ് ടേസ്റ്റ് വരും. അല്ലെങ്കിലും ഈ ഇത്രയും ക്യാപ്സിക്കം ഈ സ്പ്രിംഗ് ഓണിയനൊക്കെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോറ് ഇതിലേക്ക് ഇടാം കേട്ടോ. കണ്ടില്ലേ മണിമണിയായിട്ട് കിടക്കണം കണ്ടോ. അപ്പോൾ അവരെ എങ്ങനെ ഇടുക, എന്നിട്ട് അതൊന്ന് മെല്ലെ സ്നേഹത്തോടെ ഇളക്കുക. അമർത്തി ഇളക്കി കഴിഞ്ഞാൽ പോയി, പൊട്ടി പോവില്ലേ. ഇപ്പോൾ കണ്ടു ആ അരിയുടെയൊക്കെ ഭംഗി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾക്ക് ഒൻ്റെ ഇളക്കൽ അല്ലേ, അത് ഈ പാത്രത്തിലാവും കൊണ്ടാണ് നമുക്ക് ഈ വുഡൻ ഇതല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് നേരെ ഇളക്കാൻ പറ്റണില്ല. നേരെ മറിച്ചിപ്പോൾ ഒരു വലിയ ചീനച്ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്റ്റീലിൻ്റെ ചട്ടവും കൊണ്ടങ്ങോട്ട് ഇളക്കാം അല്ലേ മെല്ലെ. അപ്പോൾ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ആയി കേട്ടോ, സാധനമായി. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയിലിങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കാം, നല്ലോണം തീ കമ്മിയാക്കിയിട്ട്. അത്രേ ആവശ്യമുള്ളൂ. വേറെ ഇപ്പോൾ ഇതിൽ യാതൊന്നും മുകളിൽ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. ഉപ്പുണ്ടാവും, മുളകുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോൺ ഫ്രൈഡ് റൈസ്. ഇതിൽ എഗ്ഗ് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം മുട്ട കൂട്ടിയാൽ മതി കേട്ടോ. ഞാനിതിൽ പറ്റുന്ന അത്ര പ്രോട്ടീൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല പറയും എൻ്റെ മകൻ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇട്ടൂന്നേ ഉള്ളൂ. പക്ഷേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രൈഡ് റൈസ്? നന്നായിട്ടില്ലേ? ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ തുറന്നാൽ മതി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതിപ്പോൾ എന്തിൻ്റെ കൂടെയും ഒന്നും ആവശ്യമില്ല അതിൻ്റെ കൂടെ കേട്ടോ. ഞാൻ കുറച്ച് ഷെസ്വാൻ ചട്നി ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വെറുതെ ഇങ്ങനെ ഇതിന് വെച്ചു എന്ന് മാത്രം. ഓസ്ട്രേലിയ മാതിരി അല്ലേ, ഏതെങ്കിലും ഒരു ഭൂപടത്തിൻ്റെ ഇതിൽ അതങ്ങനെ വെച്ചു എന്ന് മാത്രം കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ശരി, ടാറ്റാ.